അമ്പോ എന്ത് ഭംഗിയാന്ന് നോക്കി. മരങ്ങളുടെ കളർ കണ്ടോ, ഇലയുടെ കളർ കണ്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ലൈറ്റ് ഒക്കെ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മലയാളിനെ പരിചയപ്പെട്ടു. ഇവിടെ ഞാൻ ജസ്റ്റ് കുറച്ച് ആളായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ പുള്ളിയുടെ ഡെലിവറി ഐ ഡി എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ ബാഗെല്ലാം എടുത്തിട്ട് ഇന്ന് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. ജസ്റ്റ് സൈക്കിൾ ഓട്ടിയാണ് പോകുന്നത്. അപ്പോൾ സൈക്കിൾ ഓട്ടി ഈ ഏരിയ ഒക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിള്. ഇവിടെയുള്ള ഒരു മലയാളിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ സൈക്കിളാണ്. അപ്പോൾ ഇവിടെ മോഷണം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ലോക്കൊക്കെ ഇട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്ന് വലിയ ഇല്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലുള്ള ദിവസമാണ്. 15 ഡിഗ്രി, നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആണ് പുറത്ത്. ഓരോ മണി സൈക്കിൾ ഓട്ടാം, നല്ല സുഖമാണ്. അപ്പൊ നമ്മളിത് സിറ്റി സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി സെന്ററിൽ ആ ഭാഗത്ത് നിന്നാലാണ് ഓർഡേഴ്സ് കുറച്ച് അധികം കിട്ടുക. അവിടെയാണ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉള്ളത്. ഇത് പോകുന്ന വഴിയാണ്. ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയിലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാനൊക്കെ സ്ഥലം കാണാം. ഇതൊരു ചെറിയ സിറ്റി പോലെയാണ്. നമുക്ക് ലെഫ്റ്റ് ആണ് പോകാനുള്ളത്. കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുത്ത കാറ്റാണ്. 2-3 ദിവസം കൂടിയിട്ട് ഇന്നാണൊരു നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. അല്ലെങ്കിൽ മഴയാണ്. മഴയത്ത് പുറത്തിറങ്ങാൻ ഭയങ്കര പാടുമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാവും. ഇതൊരു നല്ല ക്ലൈമറ്റ് ഉള്ള ദിവസമാണ്. റോഡ് നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വണ്ടി ഇല്ലെങ്കിൽ പോലും ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും സിഗ്നലെല്ലാം പക്ക വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കും. ഇവിടെ സിഗ്നലൊക്കെ നോക്കിയാൽ അപ്പോൾ നമുക്ക് പോകാറായിട്ട്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനോ വരും. സോ നമുക്ക് ജസ്റ്റ് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോമിനോസിൽ നിന്നാണ്. വഴി നോക്കണം എങ്ങോട്ടാ പോകേണ്ടത് നമുക്ക്. അപ്പോൾ ഇവിടെ മാപ്പിന്റെ ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വഴിയാണ്. ഒരു 1 കിലോമീറ്റർ ഉണ്ട്. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് വന്ന വഴിക്ക് തന്നെയായിരുന്നു പോകേണ്ടത്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 46 സെക്ട്, ഇപ്പോൾ ഏകദേശം 450 രൂപ അതിന്റെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 2-3 കിലോമീറ്റർ കാണുള്ളൂ. ഡോമിനോസിൽ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത്. ഡോമിനോസി കാണാം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ എടുത്തു. ഓർഡർ അകത്തേക്ക് വെച്ചു. ഒരു 3 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് 3 ഇല്ല, 2.6. അപ്പൊ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 2.4 കിലോമീറ്റേഴ്സ് ആണ് ഇവിടുന്ന് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ പോവാം. എല്ലായിടത്തും ഇതേമാതിരി സീബ്ര ലൈൻ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ. ഇവിടെ മെജോറിറ്റി സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല കാമായിട്ടുള്ള സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇഷ്ടംപോലെ കളേഴ്സ് എല്ലാം. മെയിൻ റോഡിന്റെ പാരലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ സൈക്കിൾ ലൈൻ കൊടുത്തിട്ടുള്ളത് കണ്ടോ. അമ്പോ എന്ത് ഭംഗിയാന്ന് നോക്കി. മരങ്ങളുടെ കളർ കണ്ടോ, ഇലയുടെ കളർ കണ്ടോ. നമുക്ക് ഇനിയും 1.5 കിലോമീറ്റർ പോകാനുണ്ട്. നമ്മളിപ്പോ ഒരു ഹൈവേയുടെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇനി ജസ്റ്റ് 500 മീറ്റർ കൂടെ ഉള്ളൂ. അപ്പൊ നമ്മൾ സൈക്കിൾ ഓടി ചെന്നത് തെറ്റായിട്ടുള്ള എൻട്രൻസിലാണ്. അപ്പൊ അവിടെ അല്ലായിരുന്നു എൻട്രൻസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കാട് കയറി പുറത്തെ എൻട്രൻസിലേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ ഡെലിവറി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം ഒത്തിരി പോയി. അപ്പോൾ എനിക്ക് തിരിച്ച് സിറ്റി സെന്ററിലേക്ക് പോകണം. അപ്പോൾ കണ്ടോ, നമ്മൾ ഒരു ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു. 46 സെക്ക് എന്ന് പറഞ്ഞാൽ 450 രൂപയുടെ അടുത്ത് കാണുകയും. അപ്പോൾ നമുക്ക് ഇതേ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബർഗർ കിങ് എന്നാണ്. 8 മിനിറ്റ് പിക്കപ്പിനുണ്ട്. ഇത് കുറച്ച് അകലെയുള്ളതാണ്. 57 സെക്കൻഡിയാണ്. സൈഡിൽ കാണുന്നതാണ് നിസാൻ. ഈ ഒരെണ്ണം പിക്കപ്പ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനിയും 1.5 കിലോമീറ്റർ കൂടുതലുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ട്സ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ആ ഓർഡർ ഞാൻ എടുത്തു. ബർഗർ കിങ്ങിൽ നിന്നായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷൻ കുറച്ചടുത്താണ്. 1 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ സൈക്കിൾ ഇറക്കാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീടായത് ഡെലിവറി ചെയ്യാനുള്ള ലൊക്കേഷൻ ഇനി ഒരു 900 മീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഡെലിവറി ചെയ്തു. അപ്പോൾ 2 ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ സിറ്റി സെന്ററിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് അടിക്കുന്നവരെ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തു നിന്നൊന്നും റോട്ടിലോട്ടൊന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നെറ്റ് ഇട്ടേക്കുന്നുണ്ട്. വളരെ ഭയങ്കര നെറ്റാണെങ്കിലും ശരിക്കും ആറ്റുകയർ മാത്രമേ ഉള്ളൂ. ഒന്നും പുറത്തോട്ട് വീഴില്ല കേട്ടോ. അത്രയും ചെറിയ ഹോൾസ് ആണ്. അപ്പോൾ നമ്മൾ 2 ഡെലിവറി കഴിഞ്ഞു. ഇവിടെ വെയിറ്റിംഗ് ആണ് അടുത്ത് അടിക്കുന്നവരെ. നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ അടുത്ത് തന്നെയുള്ള സ്ഥലത്തു നിന്നാണ്. ബാസ്റ്റഡ് ബർഗേഴ്സ് ആംസ്റ്റർഡം. ഒരു 42 സെക്കൻഡിൽ ഈ കാണുന്നതാണ് ബാസ്റ്റഡ് ബർഗേഴ്സ് എന്ന് പറയുന്ന സ്ഥലം. സോ ഞാൻ പിക്കപ്പ് ചെയ്തു. 1 കിലോമീറ്റർ ആണുള്ളത്. 1.2 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ ആണ്, കണ്ടുപിടിക്കട്ടെ. സോ നമുക്ക് 4ാമത്തെ ഓട്ടം കിട്ടിയായിരുന്നു. ബട്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ടോട്ടൽ 197 ആയി. ഇപ്പോൾ ടോട്ടൽ 197 സെക്കൻഡ് ആയി. ഒരു 400 സെക്കൻഡ് ടാർഗറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. 5 മണിയായി. നൈറ്റ് കുറച്ച് നേരം കൂടി പോകാൻ പറ്റുമല്ലോ, നോക്കാം. റൈറ്റ് സൈഡിൽ വില്ലീസ് കാണാം. വില്ലീസ് നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ബാക്കിലുള്ള ലൈറ്റ് എടുക്കാനായിട്ട് മറന്നു. ഇവിടെ ലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നൈറ്റ് ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലെങ്കിൽ നല്ല ഫൈൻ അടിച്ചു. അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ തിരിച്ചു പോവാണ് ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതാണ് ആംസ്റ്റർഡം യൂണിവേഴ്സിറ്റി. താങ്ക് യു. ബാക്ക് ലൈറ്റും ഉണ്ട്, പിന്നെ ഫ്രണ്ടിലുള്ള ലൈറ്റും ഉണ്ട്, ചാർജറും ഉണ്ട്. സോ ഇത്ര ഐറ്റംസ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും. അപ്പോൾ നമുക്ക് 67 സെക്കൻഡ് ഒരു ഓർഡർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിക്കപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ നമുക്ക് നോക്കാം. കുറച്ച് ദൂരെയാണ്. 3.3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കൂടെയാണ് വഴി കാണിച്ചേക്കുന്നത്. ആംസ്റ്റർഡം യൂണിവേഴ്സിറ്റി ആണ് ഇത്. ഇന്നിപ്പോൾ ഓഫ് ഡേ ആയതുകൊണ്ടാണ് ഒരു മനുഷ്യനില്ലാത്തത്. ഇവിടുന്ന് നേരെ പോകണം. നേരെ പോയിട്ട് കുറച്ച് പോകാനുണ്ട്. ഇതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്സ് ആണ് കാണുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. അപ്പോൾ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ ലൈറ്റ് അടിച്ച് നല്ല ഭംഗിയാണ്. ഇപ്പോൾ 5:30
25 പക്ഷേ വിന്റർ അടുത്തോണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ സൺസെറ്റ് ആണ്. പിന്നെ കുറച്ചും കഴിഞ്ഞ് ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ സൂര്യൻ ആക്ച്വലി കുറച്ച് നേരം ഉണ്ടാവും. ഡേ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. 9 മണിയാകുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ട് 2 മണി ഒക്കെ ആകുമ്പോഴേക്കും അസ്തമിക്കും. അപ്പോൾ കുറച്ച് മണിക്കൂർ ആക്ച്വലി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പൊ കിട്ടിയേക്കുന്ന ഓർഡർ ആക്ച്വലി 7 കിലോമീറ്ററിന്റെയാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 7 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ റോഡിന്റെ അപ്പുറം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല, റോഡിൽ ഇറങ്ങി പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെ താഴെ കൂടെ ഒരു വഴി അണ്ടർ പാസ് ആണ്. അപ്പോൾ അതുവഴി നമുക്ക് പോവാം. ഇവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് എല്ലാം കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ അണ്ടർ പാസ് ഇതേ കണ്ടോ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഓക്കെ, നമ്മളപ്പോൾ അപ്പുറം എത്തി. നമ്മൾ റൈറ്റ് സൈഡിലൊരു മക്ഡൊണാൾഡ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു EV ചാർജിങ് സ്റ്റേഷനാണ് ടെസ്ലയുടെ. അപ്പോൾ നമുക്ക് ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നായിരുന്നു 3.5 കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട്. നമുക്കിനി 2.5 കിലോമീറ്റർ പോകാനുണ്ട്. നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റ് ഒക്കെ പോയി. ഇതൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ പോലെയാണ്. കുറേ കുട്ടികളുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. അവിടെ വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടാണ്. കിളി പറക്കണം നോക്കി മുമ്പോ. അപ്പോൾ ഞാനത് ഡെലിവറി ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ലൈറ്റ് ഫിക്സ് ചെയ്തു. കാരണം ഇനി നൈറ്റ് ടൈമായി, ലൈറ്റ് ഫിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലീസ് പിടിച്ചാൽ നല്ല പണിയുണ്ട്. ലൈറ്റ് വെച്ച് കണക്ക് തന്നെ ഞാൻ ഒരു റിഫ്ലക്റ്റീവ് സാധനമൊക്കെ എടുത്തിട്ട് കേട്ടോ, നൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ കുറേ സ്ഥലത്തൊന്നും നൈറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ നമ്മുടെ 5 ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 264 സെക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 400 സെക്ക് ഞാനൊരു ടാർഗറ്റ് പോലെ വെച്ചായിരുന്നു. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ആവാനുണ്ട്, കിട്ടുമോ നോക്കണം. അപ്പോൾ സമയം നന്നായിട്ട് ഇരുട്ടി. ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് ഡോമിനോസിൽ നിന്നാണ്. ഒരു ചെറിയ 39 സെക്കിൻ്റെ ഓർഡറാണ്. ഡോമിനോസ് നൈറ്റ് ടൈമിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നൈറ്റ് ടൈമിൽ ഇത് കണ്ടോ, ഇത് കണക്ക് പബ്ലിക് സ്പേസിലാണെങ്കിൽ എല്ലായിടത്തും ലൈറ്റ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഈ ഓർഡർ എടുക്കാനായിട്ട് പോകാം എന്തായാലും. അപ്പോൾ ഞാൻ ഡൊമിനോസിക്ക് ഒരു ഐറ്റം എടുത്തു. അത് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് എല്ലായിടത്തും ഇല്ല. ഈ ഏരിയയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. കണ്ടോ, ഈ ഏരിയ കണ്ടോ, ലൈറ്റ് ഒക്കെ കുറവാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ലെഫ്റ്റ് കയറി പോകാനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ഡെലിവറി ചെയ്തു. അപ്പോൾ 5 ഓർഡർ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, സിറ്റി സെന്ററിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു റെയിൽവേ ക്രോസ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പോവാം. ഈ ലൈറ്റ് കത്തി കിടക്കുന്ന മീൻസ് നമുക്ക് പോവാന്നാണ്. ഇനി ഒരു 2 ഓർഡർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 400 സെക്കൻഡ് അടുത്ത് ആവേണ്ടതാണ്. അപ്പം നിങ്ങൾ കാണുന്ന കണക്ക് കംപ്ലീറ്റ് ഇരുട്ടാണ്, നല്ല രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ ചെന്ന് കയറാൻ പോണത് നിസാൻ റിവറിന്റെ സൈഡിലേക്കാണ് കേട്ടോ. ഇതൊരു പബ്ലിക് ലൈബ്രറിയാണ്. നമുക്ക് പോകാനുള്ളത്, നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെയാണ് കാണിച്ചേക്കുന്ന വഴി. നേരെ പോയിട്ട് പുഴയുടെ സൈഡിൽ കൂടെ ആയിരിക്കും പോവുക. അല്ല, പുഴയുടെ സൈഡിൽ കൂടെ അല്ല, ഈ കാണുന്ന പാലം കണ്ടോ, ഇതുവഴി നമുക്ക് സിറ്റി സെന്ററിലേക്ക് പോവാം. രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. കണ്ടോ, നല്ല ഭംഗിയല്ലേ. കണ്ടോ, ഇപ്പോൾ കിടക്കുന്നുണ്ടോ, ഡിമാൻഡ് മീഡിയം, എക്സ്പെക്റ്റഡ് ടാസ്ക് സൂൺ. അപ്പോൾ അത്യാവശ്യം ആളുകൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇരുന്നുള്ളൂ. അപ്പോൾ തന്നെ അടുത്തടിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ് എടുക്കാനുള്ളത്. ഷുഷിയാമ എന്ന് പറയുന്ന സ്ഥലത്ത്. ഷുഷിയാമ കണ്ടോ, ഷുഷിയാമ. അപ്പോൾ അവിടെ പോയി എടുത്തിട്ട് കൊടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഐറ്റം കിട്ടി. കുറച്ച് ദൂരമുണ്ട്, 2.5 കിലോമീറ്റർ ഉണ്ട് കൊണ്ട് കൊടുക്കാനായിട്ട്. ദൈവം, ഈ കാട് വഴിയാണല്ലോ കിട്ടിയേക്കണത്. ഒരു ഹൊറർ വൈബാണ് ഇവിടെ. ഇങ്ങോട്ടാ പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, ചെറിയ ചെറിയ വഴികളാണ്. ഈ വഴിയെല്ലാം ഞാൻ രാവിലെ പോയതാണ്, പകല് പോയതാണ്. അപ്പോൾ ഞാൻ ആ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ് വന്ന വഴിക്ക് എനിക്കൊരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ഞാൻ ആപ്പിൾ പറിച്ചു. പക്ഷേ ഒരു ചാത്തൻ ആപ്പിളായി പോയിട്ടു, വെറുതെ പോയി. നല്ല മധുരമുള്ള ആപ്പിളാണ്, ബട്ട് കേടാ. അടുത്ത ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. 63 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്കത് എവിടെയാണെന്ന് നോക്കാം. 3 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് നേരെ തന്നെ. അപ്പോൾ ഇതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ 400 സെക്കൻഡ് കംപ്ലീറ്റ് ആയിട്ടോ. ഈ ഓർഡർ അടിച്ചേക്കുന്ന കറക്റ്റ് ഗാഡിന്ന് അടുക്കൂടെയാണ്. പക്ഷേ എല്ലായിടത്തും ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇവര്. ഡേറ്റ് കുറവാണെങ്കിലും ലൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ 400 സെക്കൻഡ് എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. നൈസ്. പിന്നെ നോക്കി, റോട്ടിൽ ഒരു മനുഷ്യനില്ല കേട്ടോ. ഇവിടെ മിക്ക സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര കാറ്റാണ്. അപ്പൊ ഈ കാണുന്നിടത്തു നിന്നാണ് നമ്മുടെ ഓർഡർ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓർഡർ എടുത്തിട്ട് വരാം. അവിടെ നിന്നല്ലായിരുന്നു ഓർഡർ എടുക്കേണ്ടത്, ഈ മാറിപ്പോയതാണ്. ഈ മാക്സ് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് നിന്നാണ് ഓർഡർ എടുക്കേണ്ടത്. മാക്സ് കണ്ടോ. അപ്പൊ ഞാൻ ആ സാധനം എടുത്തു, എന്നിട്ട് ഞാൻ തിരിച്ചു പോയായിരുന്നു. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഒരെണ്ണം കൂടി അടിച്ചു. അപ്പൊ അവിടെ നിന്ന് തന്നെ ഒരെണ്ണം കൂടി കിട്ടി, 29 സെക്കൻഡ്. അപ്പൊ ഞാൻ അതും കൂടി എടുത്തിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ സാധനങ്ങൾ എത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും മലയാളികൾ. ഇപ്പൊ ഇത് വഴി കാണിക്കുന്നത് ഈ കാടിന്റെ ഉള്ളിൽ കൂടെയാണ്. പോയോ കുറെ ഒന്നും ഇല്ലാത്ത കാടാണ്. ഈ ഫൈറ്റർ ജെറ്റ് പറഞ്ഞിരിക്കണോ. കാട് വഴി അഗൈൻ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഒരു 10-60 കിലോമീറ്റർ സൈക്കിളോട്ട് കാണും കേട്ടോ. ആദ്യത്തെ ഓർഡർ ഒരു 500 മീറ്റർ മാറിയിട്ട് എവിടെയാണ്. അടുത്ത ഓർഡർ ഹോപ്പ്ഫുള്ളി അടുത്ത് തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരെണ്ണം ഞാൻ ഡെലിവറി ചെയ്തു. അത് രണ്ടാമത് ആഡ് ചെയ്ത് വന്ന ആളുടെ. ഇനി നമുക്ക് മറ്റേ ആളുടെ കൊടുത്തിട്ട് വീട്ടിൽ പോവാം, കാരണം മടുത്തു. 1 കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടുന്ന്. അത് കറക്റ്റ് വീട്ടിൽ പോണ വഴിക്ക് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് എൻ്റെ ദിവസം എന്ന് തോന്നുന്നുണ്ട്. അടുത്തത് ഞാനത് കൊടുത്ത് ഉടനെ അടുത്ത് അടിച്ചു. ഞാൻ തിരിച്ച് സിറ്റി സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് എടുക്കാനുള്ളത്. അപ്പോൾ ലാസ്റ്റ്
ലാസ്റ്റത്തെ ഓർഡർ ഞാൻ കൊണ്ട് കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഡിലേ ആയിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ആ കസ്റ്റമർ സപ്പോർട്ടിന് ഡിലേ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തപ്പോൾ ഒരു 30 സെക്കൻഡ് കൂടി ആഡ് ചെയ്ത് തന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഓടിക്കൊണ്ട് കൊടുക്കാനായിട്ട് നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ റെക്കോർഡ് ചെയ്തില്ല, കാരണം ഓൾറെഡി നല്ല ഡിലേ ആയിരുന്നു. അത് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സിന്റെ ഡിലേ ഉണ്ടായിരുന്നു ആ ഓർഡറിൽ. ഞാനിപ്പോൾ അപ്പാർട്ട്മെന്റിലേക്ക് ലൊക്കേഷൻ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ഇൻ ഓൾ ഇന്ന് അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും ഒരു എമൗണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്ത് വീട്ടിൽ പോവാണ്. നല്ല ദിവസമായിരുന്നു, കുറച്ച് എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂമിലെത്തി, എന്നിട്ട് ഞാൻ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോട്ടൽ 522 ആണ്, 522 ആണ്. ഞാൻ ഓടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 400 ഒരു ടാർഗറ്റ് പോലെ ഇട്ട് ഓടി തുടങ്ങിയതായിരുന്നു. ബട്ട് അധ്യയൻ ഇത് 522 ആയി. 522 എന്ന് പറഞ്ഞാൽ നാട്ടിൽ എത്രയാ 5000 അത്രയും വരുമെന്ന് തോന്നുന്നു. 60-65 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി. ബട്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ചവിട്ടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല രസമായിരുന്നു ആക്ച്വലി. സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.